നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും സമാനതകളില്ലാത്ത പ്രവർത്തന റെക്കോർഡുകളിൽ ഒന്ന് സ്വന്തമാക്കിയ തിരുവനന്തപുരം ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിലെ തീപിടുത്തം രാജ്യത്തെ ഞെട്ടിക്കുന്നു. ഗുജറാത്തിലെ വഡോദരയ്ക്കും രാജസ്ഥാനിലെ കോട്ടയ്ക്കുമിടയിലുള്ള 528 കിലോമീറ്റർ ദൂരം ഒരു സ്റ്റോപ്പിൽ പോലും നിർത്താതെ 7 മണിക്കൂറോളം ഓടിത്തീർക്കുന്ന രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ നോൺ സ്റ്റോപ്പ് ട്രെയിൻ എന്ന ഖ്യാതി ഈ സർവീസിനുള്ളതാണ്. എന്നാൽ ഈ അഭിമാന നേട്ടത്തിന് തൊട്ടു പിന്നാലെയാണ് കോട്ടയ്ക്ക് സമീപം വെച്ച് ട്രെയിനിന്റെ എൻജിൻ കമ്പാർട്ട്മെന്റും B1 AC കോച്ചും പൂർണ്ണമായും കത്തിയമർന്നത്. രാജ്യത്തെ ഏറ്റവും വേഗതയേറിയതും പ്രീമിയവുമായ ഒരു സർവീസിൽ ഇത്രയും വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായ പശ്ചാത്തലത്തിൽ ഈ നോൺ സ്റ്റോപ്പ് യാത്ര തന്നെ ഒടുവിൽ ദുരന്തത്തിന് വഴിവെക്കുകയായിരുന്നോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് കൃത്യവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ അന്വേഷണമാണ് ഇനി ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് ഇന്ന് ഉച്ചയോടെ ഡൽഹിയിൽ എത്തേണ്ടിയിരുന്ന ട്രെയിനിനാണ് ഇന്ന് പുലർച്ചെ 5:15 വൻ അപകടത്തിൽപ്പെട്ടത്. കോട്ട സ്റ്റേഷന് സമീപം എത്തുന്നതിന് തൊട്ടു മുമ്പ് എഞ്ചിൻ ഭാഗത്തു നിന്നും B1 കോച്ചിൽ നിന്നും വലിയ രീതിയിൽ പുക ഉയരുകയായിരുന്നു. പുലർച്ചെ സമയമായതിനാൽ മലയാളി യാത്രക്കാരടക്കമുള്ളവർ കനത്ത ഉറക്കത്തിലായിരുന്നു. പുക പടരുന്നത് കണ്ട് ജീവനക്കാർ അതിവേഗം ഇടപെട്ടതിനാലാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. തീപിടിച്ച ബോഗികൾ എഞ്ചിൻ ഭാഗത്തു നിന്നും ബാക്കി കോച്ചുകളിൽ നിന്നും വേർപെടുത്തി മാറ്റിയതിനാൽ മറ്റു ബോഗികളിലേക്ക് തീ പടർന്നില്ല. എങ്കിലും 2 ബോഗികൾ പൂർണ്ണമായും കത്തിയമർന്നു. 2 ഫയർ എഞ്ചിനുകൾ സംഭവസ്ഥലത്തെത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. യാത്രക്കാരെ മുഴുവൻ സുരക്ഷിതമായി ഒഴിപ്പിച്ചതിനാൽ ആളപായമില്ലെന്നാണ് പ്രാഥമിക വിവരമെങ്കിലും ഈ അപകടം ഉയർത്തുന്ന ചോദ്യങ്ങൾ ചെറുതല്ല. കേരളത്തിന്റെ തലസ്ഥാനത്ത് നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രക്കിടെ 6 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ രാജധാനി എക്സ്പ്രസ് തിരക്കേറിയ റെയിൽവേ ഇടനാഴികളിലൂടെ തടസ്സമില്ലാതെ ഓടിക്കാൻ ഒന്നിലധികം റെയിൽവേ ഡിവിഷനുകളുടെ വലിയ ഏകോപനമാണ് റെയിൽവേ അവകാശപ്പെട്ടിരുന്നത്. അതിവേഗ ട്രെയിനുകളെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ റെയിൽവേയുടെ പ്രവർത്തന മികവിനെ തെളിവായി ഉയർത്തിക്കാട്ടിയിരുന്നതും ഈ 528 കിലോമീറ്ററിലെ നോൺ സ്റ്റോപ്പ് ഓട്ടമായിരുന്നു. എന്നാൽ മണിക്കൂറുകളോളം യാതൊരു തടസ്സവുമില്ലാതെ ഉയർന്ന ശരാശരി വേഗത നിലനിർത്തിക്കൊണ്ടുള്ള ഇത്തരം ദീർഘദൂര ഓട്ടങ്ങൾ ട്രെയിനുകളുടെ എഞ്ചിനിലും മറ്റു സാങ്കേതിക സംവിധാനങ്ങളിലും അമിതമായ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സാധാരണ എക്സ്പ്രസ് ട്രെയിനുകളെ അപേക്ഷിച്ച് കുറഞ്ഞ സ്റ്റോപ്പുകളുള്ള ഈ VVIP ട്രെയിനിൽ എൻജിൻ ക്യാബിനിൽ നിന്നും എങ്ങനെയാണ് തീ പടർന്നത് എന്നതിൽ കടുത്ത അവ്യക്തത തുടരുകയാണ്. ഓരോ കിലോമീറ്ററിലും സ്റ്റേഷനുകളുള്ള രാജ്യത്തെ റെയിൽ ശൃംഖലയിൽ 7 മണിക്കൂറുകളോളം നിർത്താതെയുള്ള യാത്രക്കാർക്ക് കൗതുകരമാണെങ്കിലും ഇത്തരം സാങ്കേതിക തകരാറുകൾ യാത്രക്കിടയിലാണ് സംഭവിക്കുന്നതെങ്കിൽ അത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകും. ഈ സാഹചര്യത്തിൽ അപകടത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം ആരംഭിച്ചതായി റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വെറുമൊരു ഷോർട്ട് സർക്യൂട്ട് എന്ന പതിവ് ന്യായീകരണത്തിനും അപ്പുറം ദീർഘദൂര നോൺ സ്റ്റോപ്പ് സർവീസുകളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കുന്ന രീതിയിലുള്ള ആഴത്തിലുള്ള അന്വേഷണമാണ് യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി റെയിൽവേ മന്ത്രാലയം ഇനി നടത്തേണ്ടത്. ട്രെയിനിന്റെ എൻജിൻ കമ്പാർട്ട്മെന്റിലും B1 AC കോച്ചിലും വൻതോതിൽ തീ പടർന്നതോടെ യാത്രക്കാർ ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടുകയായിരുന്നു. കനത്ത പുക ഉയർന്നത് കോച്ചുകൾക്കുള്ളിൽ കടുത്ത ശ്വാസമുട്ടലിനും അന്ധതയ്ക്കും കാരണമായി. തങ്ങളുടെ ലഗേജുകളും മറ്റും വ്യക്തിഗത സാമഗ്രികളും ഉപേക്ഷിച്ച് ജീവൻ മാത്രം കയ്യിലെടുത്താണ് പലരും പുറത്തു ചാടിയത്. പുലർച്ചെയുള്ള കനത്ത തണുപ്പും ഇരുട്ടും റെസ്ക്യൂ ഓപ്പറേഷനുകൾക്ക് ആദ്യഘട്ടത്തിൽ നേരിയ തടസ്സമുണ്ടാക്കിയെങ്കിലും സ്റ്റേഷനിലെ ജീവനക്കാരും നാട്ടുകാരും ചേർന്നുള്ള രക്ഷാപ്രവർത്തനം കൂടുതൽ പരിക്കുകളില്ലാതെ യാത്രക്കാരെ സുരക്ഷിത താവളങ്ങളിലേക്ക് മാറ്റാൻ സഹായിച്ചു. തിരുവനന്തപുരത്ത് നിന്നും കോട്ടയം, എറണാകുളം, കോഴിക്കോട് വഴിയാണ് ഈ പ്രീമിയം ട്രെയിൻ കടന്നു പോകുന്നത് എന്നതിനാൽ ഇതിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഭൂരിഭാഗവും മലയാളികളായിരുന്നു. ഡൽഹിയിലേക്കും മധ്യ ഇന്ത്യയിലേക്കുമുള്ള ദീർഘദൂര യാത്രക്കാർ ആശ്രയിക്കുന്ന പ്രധാന ട്രെയിനുകളിൽ ഒന്നാണിത്. അപകടമുണ്ടായ B1 കോച്ചിലെ സീറ്റുകൾ പൂർണ്ണമായി ബുക്ക് ചെയ്യപ്പെട്ടതായിരുന്നു. പുലർച്ചെയുണ്ടായ ഈ ഭീതിജനകമായ അനുഭവം യാത്രക്കാരെ വൻ മാനസിക ആഘാതത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. പരിക്കുകളൊന്നുമില്ലെങ്കിലും തങ്ങളുടെ വസ്ത്രങ്ങളും വിലപിടിപ്പുള്ള രേഖകളും ബോഗിക്കുള്ളിൽ കത്തിയമർന്നതിന്റെ വിഷമം പലരും പങ്കുവച്ചു.
റെയിൽവേയുടെ ഓട്ടോമേറ്റഡ് സുരക്ഷാ സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഈ അപകടം മുൻകൂട്ടി കണ്ടെത്തിയില്ല എന്നതും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. രാജധാനി പോലുള്ള അത്യാധുനിക LHB കോച്ചുകളിൽ ഫയർ ആൻഡ് സ്മോക്ക് ഡിറ്റക്ഷൻ അലാറങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും തീ നിയന്ത്രണാതീതമായി പടരുന്നത് വരെ എന്തുകൊണ്ട് ബ്രേക്കിംഗ് സംവിധാനങ്ങളോ മുന്നറിയിപ്പ് ഹൂട്ടറുകളോ പ്രവർത്തിച്ചില്ല എന്നതിൽ ദുരൂഹതയുണ്ട്. തുടർച്ചയായ നോൺ സ്റ്റോപ്പ് ഓട്ടത്തിനിടയിൽ ബോഗികൾക്കുള്ളിലെ വൈദ്യുതി വിതരണ ശൃംഖലയിൽ ഉണ്ടായ അമിത ചൂടാണോ അപകട കാരണമെന്നും സാങ്കേതിക വിദഗ്ധർ സംശയിക്കുന്നു. അപകടത്തെ തുടർന്ന് ഈ റൂട്ടിലൂടെയുള്ള റെയിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. നിരവധി ദീർഘദൂര തീവണ്ടികൾ വഴിതിരിച്ചു വിടുകയോ വിവിധ സ്റ്റേഷനുകളിൽ നിർത്തിയിടുകയോ ചെയ്യേണ്ടി വന്നു. വൈദ്യുതി വിതരണം ചെയ്യുന്ന ഓവർഹെഡ് ലൈനുകൾക്ക് തീപിടുത്തത്തെ തുടർന്ന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ട്രാക്കിൽ നിന്നും കത്തിയമർന്ന അവശിഷ്ടങ്ങൾ മാറ്റുന്നതിനും ലൈനുകൾ പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ശ്രമങ്ങളാണ് കോട്ട ഡിവിഷനിലെ റെയിൽവേ ജീവനക്കാർ നടത്തുന്നത്. ഇന്ത്യൻ റെയിൽവേ തങ്ങളുടെ സർവീസുകളുടെ വേഗതയും സ്റ്റോപ്പില്ലാത്ത ദൂരവും വർദ്ധിപ്പിച്ച് വികസന റെക്കോർഡുകൾ ആഘോഷിക്കുമ്പോൾ അത്തരം സർവീസുകൾക്ക് ആവശ്യമായ സുരക്ഷാ ഓഡിറ്റിങ്ങുകൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുകയാണ്. വഡോദര കോട്ട സെക്ടറിൽ 528 കിലോമീറ്റർ ദൂരം പിന്നിടുമ്പോൾ ട്രെയിനുകളുടെ ചക്രങ്ങളിലും ബ്രേക്കുകളിലും ഉണ്ടാകുന്ന ഘർഷണവും താപനിലയും കൃത്യമായി നിരീക്ഷിക്കാൻ സംവിധാനങ്ങളുണ്ടോ എന്ന് വ്യക്തമല്ല. കേവലം യാത്രാ സമയം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ കുറ്റകൃത്യമായി കാണേണ്ടി വരും. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളതും കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. റെയിൽവേയിലൂടെ ഒരു ദിവസം നിരവധി ആളുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത്. നിരവധി ആളുകളാണ് റെയിൽവേ ഗതാഗതത്തെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. റെയിൽവേ മേഖലയിലാണെങ്കിലും നമ്മുടെ രാജ്യം കുതിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള പല സംവിധാനങ്ങളും നമ്മുടെ റെയിൽവേ യാത്രയിലെ വേഗത കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകളൊക്കെ നമുക്കറിയാം. ആ ട്രെയിനുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളും നമുക്കറിയാം. എത്രയോ തവണയാണ് കല്ലേറും മറ്റും സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായി തന്നെ ഇത് കാണേണ്ടതാണ്. തലനാരിഴയ്ക്കാണ് ഇവിടെ ആർക്കും ജീവഹാനി സംഭവിക്കാതെ രക്ഷപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതും വളരെ ഗൗരവകരമായി തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്.